Observe the pictures. These are the cave paintings drawn by the Paleolithic man around 10,000 years back. Why were they drawn inside the caves? What are the features of these cave paintings? Discuss. ഈ ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഈ ചിത്രങ്ങളെല്ലാം പ്രാചീന കാലത്തെ ശിലായുഗ മനുഷ്യൻ 10,000 വർഷങ്ങൾക്ക് മുമ്പ് വരച്ചതാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ചിത്രങ്ങൾ അവർ ഗുഹകൾക്കുള്ളിൽ വരച്ചത്? എന്തായിരിക്കാം അതിൻ്റെ സവിശേഷത? നമുക്ക് ചർച്ച ചെയ്താലോ. മോസ്റ്റ് ഓഫ് ദം ആർ പിക്ചേഴ്സ് ഓഫ് അനിമൽസ്. ഇവയിൽ അധികവും മൃഗങ്ങളുടെ ചിത്രങ്ങളായിരുന്നു. ഇമേജ് ഡിപ്പിക്റ്റിംഗ് ഹണ്ടിങ്, വേട്ടയാടലിനെ കുറിക്കുന്ന ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. പിക്ചേഴ്സ് ഓഫ് ഗ്രൂപ്പ് ഡാൻസ്, സംഘനൃത്തത്തിൻ്റെ ചിത്രങ്ങളുണ്ടായിരുന്നു. ദ പിക്ചേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് കളേഴ്സ്, വ്യത്യസ്തമായ നിറങ്ങളുള്ള ചിത്രങ്ങളുണ്ടായിരുന്നു. ഈ ചിത്രങ്ങളിൽ നിന്നും പ്രാചീന മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ദ ഇൻഫർമേഷൻ എബൌട്ട് ദി ലൈഫ് ഓഫ് ദി ഏർലി മാൻ. പ്രാചീന മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചില വിവരങ്ങൾ മനസ്സിലാക്കാം. പാലിയോലിത്തിക് മാൻ ഹാഡ് ഹണ്ടഡ് ദി അനിമൽസ്. പ്രാചീന മനുഷ്യൻ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. ദേ കളക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്. അവർ കൂട്ടമായി വിനോദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ദേ ഒബ്സർവ്ഡ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് ആനിമൽസ്. അവർ മൃഗങ്ങളുടെ ചലനങ്ങൾ നിരീക്ഷിച്ചിരുന്നു. ദേ വെയർ സ്കിൽഡ് ഇൻ ആർട്സ്. അവർ കലാവൈദഗ്ധ്യം ഉള്ളവർ ആയിരുന്നു. ഡിഫറെൻറ്റ് കളേഴ്സ് വെയർ യൂസ്ഡ് ഇൻ ദ കേവ് പെയിൻറ്റിങ്സ്. ഗുഹാചിത്രങ്ങളിൽ വ്യത്യസ്തമായ നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. ദ കളേഴ്സ് വെയർ മെയ്ഡ് ഫ്രം മിക്സ്ചേഴ്സ് ഓഫ് പ്ലാന്റ് എക്സ്ട്രാക്റ്റ് ആൻഡ് പൗഡർ ലാട്രൈറ്റ്. ഈ നിറങ്ങൾ ഇലകൾ ഉപയോഗിച്ചും മണ്ണ്, കല്ലുകൾ പൊടിച്ചുമൊക്കെ തന്നെ ഉണ്ടാക്കിയ നിറങ്ങളായിരുന്നു. ഇൻ അഡീഷൻ ടു ഫിഗേഴ്സ് ഓഫ് ബൈസൺ ആൻഡ് ബോർ ദാറ്റ് യു സീ ഇൻ ദ ഗിവൺ പിക്ചേഴ്സ്. ഈ ചിത്രത്തിൽ ബൈസൺ, ബോർ എന്നീ മൃഗങ്ങളല്ലാതെ മറ്റ് ചില ചിത്രങ്ങളും കാണുന്നുണ്ട്. ദ ഫിഗേഴ്സ് ഓഫ് ഹോഴ്സ്, ഡിയർ, ലയൺ, ലിയോപാർഡ്, ബെയർ, ഹൈന എക്സെട്ര ക്യാൻ ആൾസോ ബി സീൻ ഇൻ ഡിഫറെൻറ്റ് കേവ്സ്. ഹോഴ്സ്, ഡിയർ, ലയൺ, ലിയോപാർഡ്, ബെയർ, ഹൈന പോലെയുള്ള മറ്റ് മൃഗങ്ങളും ഈ ചിത്രങ്ങളിൽ കാണപ്പെടുന്നു. ക്യാൻ ആൾസോ ബി സീൻ ഇൻ ഡിഫറെൻറ്റ് കേവ്സ്. ഇവയെല്ലാം നമുക്ക് വ്യത്യസ്തമായ ഗുഹകളിൽ കാണാൻ കഴിയുന്നു. ആനിമൽ ഫാറ്റ് വാസ് യൂസ്ഡ് ആസ് ഫ്യൂവൽ ഫോർ ലൈറ്റിംഗ് ഇൻ ദ കേവ്സ് വെയർ സൺലൈറ്റ് വാസ് ഇൻസഫിഷ്യൻറ്റ്. സൂര്യപ്രകാശം ലഭ്യമല്ലാത്ത സമയത്ത് ആനിമൽസിൻ്റെ ഫാറ്റ് ഉപയോഗിച്ചുകൊണ്ട്, മൃഗങ്ങളുടെ കൊഴുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഗുഹകളിൽ പ്രകാശം തെളിയിച്ചിരുന്നു. ദ പിക്ചേഴ്സ് ഓഫ് ഹണ്ടിങ് ആർ ദ എവിഡൻസ് ഫോർ ദെയർ പ്ലാനിങ് ഓഫ് ഹണ്ടിങ് ആൻഡ് ദ പ്രേ. ആ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് ചില തെളിവുകൾ ലഭ്യമാകുന്നുണ്ട്. അത് ഇതാണ്: പ്ലാനിങ് ഓഫ് ദ ഹണ്ടിങ് ഗ്രൗണ്ട് ആൻഡ് ദ പ്രേ. ഏത് ഇരയെയാണോ വേട്ടയാടുന്നത്, ആ ഇരയെ വേട്ടയാടാനുള്ള പദ്ധതികൾ നമുക്ക് ആ ചിത്രങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നു. പിക്ചേഴ്സ് വെർ ഡ്രോൺ ഓൺ ദി സീലിംഗ് ഓഫ് ദി കേവ്സ് ആസ് വെൽ. ഗുഹാചിത്രങ്ങൾ ഗുഹകളുടെ മേൽക്കൂരയിലും മുകൾ ഭാഗത്തും വരച്ചിരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ദിസ് സ്റ്റാൻഡ്സ് ഇൻ എവിഡൻസ് ഫോർ ദ ഡെക്സ്റ്റിറിറ്റി ഓഫ് ഏർലി ഹ്യൂമൻസ്. ഇത് നമുക്ക് പഴയകാല മനുഷ്യൻ്റെ കലാവൈദഗ്ധ്യത്തെ കൃത്യമായി തിരിച്ചറിയാനായിട്ട് സഹായകമാകുന്നു. അതിൻ്റെ വൈദഗ്ധ്യത്തെ കൂടുതൽ തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നു. റെസിഡ്യൂ ഓഫ് കുക്ക്ഡ് ഫുഡ്, ആഷസ്, ബോൺസ് ആൻഡ് സ്കൾസ് ഓഫ് ആനിമൽസ്, ലെഫ്റ്റ് ഓവർ ഓഫ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രഷ് വാട്ടർ ഫിഷസ് എക്സെട്ര വെയർ ആൾസോ ഡിസ്കവേർഡ് ഫ്രം ദി കേവ്സ്. അപ്പോൾ ചരിത്രകാരന്മാർ ഗുഹകൾക്കുള്ളിൽ നിന്നും എന്തൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് നോക്കുക. റെസിഡ്യൂ ഓഫ് കുക്ക്ഡ് ഫുഡ്, ഭക്ഷണം പാകം ചെയ്തതിൻ്റെ അവശിഷ്ടങ്ങൾ, ആഷസ് ചാരം, ബോൺസ് എല്ലുകൾ, ആൻഡ് സ്കൾസ് ഓഫ് ആനിമൽസ് മൃഗങ്ങളുടെ തലയോട്ടി, ലെഫ്റ്റ് ഓവർ ഓഫ് ഫ്രൂട്ട്സ് പഴങ്ങളുടെ അവശിഷ്ടങ്ങൾ, വെജിറ്റബിൾസ്, ഫ്രഷ് വാട്ടർ ഫിഷസ് ശുദ്ധജല മത്സ്യങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. വാട്ട് എൽസ് ക്യാൻ ബി കോംപ്രിഹെൻഡ് ഫ്രം ദം എബൌട്ട് ദ ഏർലി ഹ്യൂമൻ ലൈഫ്. അപ്പോൾ ഇവയിൽ നിന്നും നമുക്ക് പ്രാചീനകാല മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. അതിലൊന്ന്, ദേ കുക്ക്ഡ് ഫുഡ്. അവർ ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചിരുന്നു. ദേ ഏറ്റ് ദ ഫ്ലഷ് ഓഫ് ഹണ്ട് ആനിമൽസ്. അവർ വേട്ടയാടിയ മൃഗങ്ങളുടെ ഇറച്ചി കഴിച്ചിരുന്നു. ആൻഡ് ദേ യൂസ്ഡ് ബോൺസ് ഓഫ് ആനിമൽസ് ആൻഡ് ദേ യൂസ്ഡ് വെപ്പൺസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ്. അവർ മൃഗങ്ങളുടെ എല്ലുകളും അതുപോലെ തന്നെ കല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങളും ഉപയോഗിച്ചിരുന്നു. ദി പാലിയോലിത്തിക് ഹ്യൂമൻസ് ഹണ്ടഡ് കളക്റ്റീവ്ലി. പ്രാചീന മനുഷ്യൻ കൂട്ടമായാണ് വേട്ടയാടിയിരുന്നത്. ദി സ്ട്രോങ്ങർ എമംഗ് ദം ലെഡ് ദി ഗ്രൂപ്പ്. ഇതിൽ ഏറ്റവും കരുത്തുറ്റ ആളായിരുന്നു ആ സംഘത്തെ നയിച്ചിരുന്നത്.
ദർ വാസ് നോ ജെൻഡർ ഡിഫറൻസ് ഇൻ ഹണ്ടിങ്. അവർക്ക് വേട്ടയാടുന്നതിൽ യാതൊരു വിധമായ ലിംഗവ്യത്യാസം, സ്ത്രീയോ പുരുഷനോ എന്ന വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ദേ ഏറ്റ് ദ ഫ്ലഷ് ഓഫ് 100 ആനിമൽസ് ആൻഡ് കർക്കാസസ്. അവർ വേട്ടയാടിയ മൃഗങ്ങളുടെ ഇറച്ചിയും അതുപോലെ ചത്ത മൃഗങ്ങളെയൊക്കെ തന്നെ കഴിച്ചിരുന്നു. ഫോർ ഹണ്ടിങ് ദേ മെയിൻലി യൂസ്ഡ് വെപ്പൺസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ്. അവർ വേട്ടയാടുന്നതിന് വേണ്ടി പ്രധാനമായും ശിലകൾ കൊണ്ടുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. സോ ദീസ് പീപ്പിൾ ഓർ ദീസ് ഏജ് ഈസ് നോൺ ആസ് സ്റ്റോൺ ഏജ്. അതുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ ആയുധങ്ങളായിട്ട് ശിലകളാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ എന്ത് വിളിക്കുന്നത്? ശിലായുഗമെന്ന സ്റ്റോൺ ഏജ് എന്ന് വിളിക്കുന്നത്. ദേ ആൾസോ യൂസ്ഡ് ബോൺസ് ഓഫ് ആനിമൽസ്. ഇവർ ആനിമൽസിൻ്റെ ബോൺസ്, മൃഗങ്ങളുടെ എല്ലുകൾ ഉപയോഗിച്ചിരുന്നു. ഐവറി, ആനക്ക് ഉപയോഗിച്ചിരുന്നു. പീസ് ഓഫ് വുഡ്, തടികളുടെ കഷ്ണങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇവയൊക്കെ തന്നെ വെപ്പൺസായിട്ട് ഉപയോഗിച്ചിരുന്നു. ഹൈഡ് ആൻഡ് ബാർക്ക് വെർ യൂസ്ഡ് ആസ് ക്ലോത്ത്സ്. അവരെ മരവുരി, മരത്തിൻ്റെ തോലും അതിൻ്റെ ഇലകളും ഒക്കെ തന്നെ അവർ വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നു. ദി ബോൺസ് ഓഫ് ആനിമൽസ് വെർ യൂസ്ഡ് ആസ് നീഡിൽസ് ഫോർ സീയിങ്. അതുമാത്രമല്ല, ഈ വസ്ത്രങ്ങൾ നെയ്യുന്നതിന് വേണ്ടി ഈ മരവുരി, മരത്തിൻ്റെ തൊലിയും അതുപോലെ തന്നെ ഇലകളും കൊണ്ടുള്ള വസ്ത്രങ്ങൾ നെയ്യുന്നതിന് വേണ്ടി അവർ ആനിമൽസിൻ്റെ ബോൺ, മൃഗങ്ങളുടെ എല്ലുകൾ സൂചിയായിട്ട് തയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇനി ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കഴിയുമല്ലോ. വേഗമാകട്ടെ. ഇനി നമ്മൾ പഠിക്കുന്നത് മനുഷ്യൻ്റെ സാങ്കേതികമായ പുരോഗതിയെക്കുറിച്ചാണ്. എവിഡൻസ് ഫോർ ദ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഓഫ് early humans. There are several pieces of evidence for the technological advancement of early humans. മനുഷ്യൻ്റെ ആദ്യകാല സാങ്കേതികമായ പുരോഗതിയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ ഇവിടെ നമുക്ക് ലഭ്യമാക്കാം. ദി മേക്കിംഗ് ഓഫ് ടൂൾസ് ആൻഡ് ദെയർ ഇംപ്രൂവ്മെൻറ്റ് ഹെൽപ്ഡ് ദെം ടു അറ്റൈൻ സച്ച് പ്രോഗ്രസ്. ഇങ്ങനെയുള്ള പുരോഗതിയിലേക്ക് അവൻ എത്താനുള്ള കാരണം അവൻ്റെ ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മിതിയാണ്. എ ഫ്യൂ ഓഫ് ദെം ആർ ഗിവൺ ബിലോ. അങ്ങനെയുള്ള ചില സാങ്കേതികമായ പുരോഗതി നമുക്കിവിടെ പഠിക്കാം. ഇതിലൊന്നാമത്തേത് സ്റ്റോൺ സ്റ്റാറ്റ്യൂട്ട്സ് വെയർ മെയ്ഡ്. ശിലകൾ കൊണ്ടുള്ള പ്രതിമകൾ അവർ നിർമ്മിച്ചിരുന്നു. 2. പിക്ചേഴ്സ് വെയർ ഡ്രോൺ ഓൺ ദി ബോൺസ് ആൻഡ് ഹോൺസ് ഓഫ് ആനിമൽസ് ആൻഡ് ഓൺ കേവ്സ് ആൻഡ് റോക്സ്. അവർ ചിത്രങ്ങൾ വരച്ചിരുന്നു. എവിടെയൊക്കെയാണ് വരച്ചിരുന്നത്? ബോൺസ്, എല്ലുകളിൽ വരച്ചിരുന്നു. ആൻഡ് ഹോൺസ്, കൊമ്പുകളിൽ വരച്ചിരുന്നു. ആൻഡ് ഓൺ കേവ്സ് ആൻഡ് റോക്സ്, ഗുഹകളിലും പാറകളിലും വരച്ചിരുന്നു. കൊമ്പുകൾ ആരുടെ കൊമ്പുകളാണ്? മൃഗങ്ങളുടെ കൊമ്പുകളിലും വരച്ചിരുന്നു കേട്ടോ. അടുത്തത് ഹ്യൂമൻ ഫിഗേഴ്സ് വെയർ മോൾഡ് ഫ്രം ക്ലേ. അവർ മനുഷ്യൻ രൂപങ്ങൾ ചെളിയിൽ നിർമ്മിച്ചെടുത്തിരുന്നു. ഓർണമെൻറ്റ്സ് ഓഫ് ഐവറി, ബോൺസ്, സ്റ്റോൺസ് ആൻഡ് ഷെൽസ് വെയർ മെയ്ഡ്. അവർ ധാരാളം ആഭരണങ്ങൾ നിർമ്മിച്ചു. എന്തുകൊണ്ടൊക്കെയാണ്? ഐവറി, ആനക്കൊമ്പ് കൊണ്ടും, ബോൺസ്, എല്ലുകൾ കൊണ്ടും, സ്റ്റോൺസ്, കല്ലുകൾ കൊണ്ടും, ആൻഡ് ഷെൽസ്, ചിപ്പികൾ കൊണ്ടുമൊക്കെ അവർ ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു. വെസൽസ് വെയർ വുവൺ ഔട്ട് ഓഫ് ബാർക്ക് ഫൈബർ. അവർ മരത്തിൻ്റെ ഫൈബർ, നാര് കൊണ്ട് അവർ പാത്രങ്ങൾ നെയ്തെടുത്തിരുന്നു. ഫ്ലൂട്ട് ലൈക്ക് വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് വെയർ മെയ്ഡ് ഔട്ട് ഓഫ് ബോൺസ്. അത് മാത്രമല്ല, അവർ ഓടക്കുഴൽ പോലെയുള്ള കാറ്റ് കൊണ്ട് പ്രവർത്തിക്കുന്ന ചില ഉപകരണങ്ങളും നിർമ്മിച്ചെടുക്കുകയുണ്ടായി. ഇതെല്ലാം മനുഷ്യൻ്റെ സാങ്കേതിക പുരോഗതിയെ സൂചിപ്പിക്കുന്ന തെളിവുകളാണ്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരാം. നിങ്ങളൊരു ചിത്രം കാണുന്നില്ലേ? ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ചിത്രമാണിത്. ഈ ചിത്രത്തിൽ പാലിയോളിത്തിക് ഏജിൽ കണ്ടെത്തിയിട്ടുള്ള ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ഗുഹകളും പാലിയോളിത്തിക് ഏജിലെ ചില അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങളാണുള്ളത്. 1 ഭീംബേത്ക, 2 നർമ്മദ വാലി, 3 ഹൻസ് കേ, 4 നാഗാർജുനകൊണ്ട, 5 കർണൂൽ കേവ്സ്. ഇവയൊക്കെ ഏത് സംസ്ഥാനങ്ങളാണെന്ന് ഒന്ന് അടയാളപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ചുവടെ നൽകുന്ന പട്ടികയിൽ നിങ്ങൾക്ക് പാലിയോളിത്തിക് സൈറ്റ് എന്നും സ്റ്റേറ്റ് എന്നുമുള്ള ഈ പട്ടികയിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള 4 സ്ഥലങ്ങളും പൂരിപ്പിച്ച് അവയുടെ സംസ്ഥാനങ്ങൾ രേഖപ്പെടുത്താൻ കഴിയുമല്ലോ. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പഠിക്കുമ്പോഴുള്ള ഒരു ഹോംവർക്കാകട്ടെ ഇത്.